നല്ല കുട്ടനാടൻ താറാവിനൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്കിത് വെച്ചൊരു ബാർബിക്യൂ അടിക്കാം. നമ്മൾ താറാവ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. നമ്മൾ പപ്പ് ആണ് പറിക്കേണ്ടത്. പപ്പ് അത് പറഞ്ഞു പോരില്ല. നമുക്കതിനകത്ത് നല്ല ചൂടുവെള്ളം ഒഴിക്കാം. ചൂടുവെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും മിക്സ് ചെയ്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചാലാണ് പപ്പ് പറഞ്ഞു പോകുന്നത്. പപ്പ് വീണ്ടും ഗ്രോത്ത് ചെയ്യാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നല്ല മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി നമ്മളിട്ട് ഒരു മിനിറ്റ് ഇട്ടിട്ട് ശേഷമാണ് നമുക്ക് പപ്പ് പറിക്കണം. ഇപ്പോൾ തന്നെ പറഞ്ഞു പോകുന്നു. താറാവിൻ്റെ കൂടെ നല്ല ചൂടുവെള്ളത്തിൽ ഈസി ആയിട്ട് പോരും. കൈ പൊള്ളാണ്ട് നോക്കണം. ഇങ്ങനെയാണ് നമ്മൾ ഈസി ആയിട്ട് താറാവിൻ്റെ കൂടെ കൊടുക്കുന്നത്. നല്ല ചൂടാണ്, കൈ പൊള്ളുന്നുണ്ട്. നമുക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടെ സൈഡിൽ വെക്കാൻ നല്ലതായിരിക്കും. നമുക്ക് കൈ മുക്കി കൊടുക്കാൻ. നല്ല ചൂടാണ്. നമ്മൾ ഡക്ക നന്നായിട്ട് ക്ലീൻ ചെയ്തു. നന്നായിട്ട് രോമെല്ലാം കളഞ്ഞു. ലാസ്റ്റ് ചെറിയ ചെറിയ രോമം കളയാൻ വേണ്ടി നമ്മൾ തീയിലിട്ട് കത്തിച്ചു. അന്നേരമാണ് നമ്മുടെ ചെറിയ ചെറിയ രോമങ്ങളെല്ലാം പോയത്. നല്ല സെറ്റായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യും. കല്ലിപ്പിട്ട് നന്നായിട്ട് കഴുകാം. അതിൻ്റെ മക്ക് മണമുണ്ടാവും. മക്ക് മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉടുമ്പ് പോലൊരു മണമാണ്. നന്നായിട്ട് കല്ലിപ്പിട്ട് കഴുകാം. നന്നായിട്ട് കല്ലിപ്പ് ഇട്ട് കഴുകിയാലാണ് മക്ക് മണമൊക്കെ പോകുള്ളൂ. നന്നായിട്ട് ക്ലീൻ ചെയ്യണം. വെള്ളം ഊറ്റിക്കളയാം. ഓക്കെ, കഴുകിക്കഴിഞ്ഞ് നമുക്ക് ചിക്കൻ മസാല. നമ്മൾ നല്ല പച്ച കുരുമുളകാണ് അരച്ച് ചേർക്കുന്നത്. നല്ല പച്ച കുരുമുളക് നമുക്ക് നന്നായിട്ട് അരച്ച് ചേർക്കാനാണ് നമ്മുടെ താറാവ് ഗ്രില്ലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇഞ്ചി ആഡ് ചെയ്യാം, വെളുത്തുള്ളി തൊണ്ടോട് കൂടി കേട്ടോ. ഫ്ലേവർ തൊണ്ടിൻ്റെ ഫ്ലേവറും കൂടി കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് കുറച്ച് തക്കാളികൾ കൂടി ആഡ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ, നാടൻ കോക്കനട്ട് ഓയിലാണ്, ആട്ടിച്ച വെളിച്ചെണ്ണയാണ് ചേർക്കാം. എന്നിട്ട് മഞ്ഞൾപ്പൊടി ലേശം മതി, മല്ലിപ്പൊടി കുറച്ചധികമാണ്. മിക്സിയിൽ ഗരം മസാല ഇട്ട് കൊടുക്കും. എല്ലാ പൊടികളും നമ്മൾ ഈസ്റ്റേൻ്റെയാണ് യൂസ് ചെയ്യണത്. കുറച്ച് കാശ്മീരി ചില്ലി പേര് മാത്രം ആഡ് ചെയ്യാം. ഒന്ന് കറങ്ങിയ ശേഷം നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാനാണ്. ഇനി കുറച്ച് ഒരു കരിവേപ്പില ആഡ് ചെയ്യാം. 2 സ്പൂൺ ഉപ്പ് മതിയാവും. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഇച്ചിരി കൂടെ സോഫ്റ്റ് ആവാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അരപ്പ് നമുക്ക് നല്ല പച്ച കളർ കിട്ടണം. പച്ചയും മഞ്ഞയും കൂടെ കൂടിയുള്ളൊരു കളറാണ് താറാവറിക്ക് വേണ്ടത്. ഹാഫായിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഗ്രില്ല് ചെയ്യുമ്പോൾ അധികം ടൈം എടുക്കുന്ന കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും കൂട്ടി, പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കല്ലുപ്പാട്ടാണ്. കല്ലുപ്പിട്ട് വേവിച്ചെടുക്കും. ഒരു 10 മിനിറ്റ് മതിയാവും. പെട്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ എളുപ്പമായിരിക്കും. പെട്ടെന്ന് വേവുകയും ചെയ്യും. ഉള്ളൊക്കെ നന്നായിട്ട് വേവുകയും ചെയ്യും. അല്ലെങ്കിൽ ഡക്ക് ഇച്ചിരി വേവ് കൂടുതലുള്ളൊരു ഐറ്റമാണ്. ഓക്കെ, നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ചെറിയ ചെറിയ ഹോളിട്ട് കൊടുക്കണം. മസാല ഉള്ളിയിട്ട് കയറാൻ വേണ്ടിയാണ് ഹോള്. തടികൊണ്ടുള്ള ടൂളാണ്. മറ്റേ വീഡിയോയിലുണ്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്. നമുക്ക് മസാല ചേർക്കാം. മസാല ചേർക്കാം.
നല്ല പച്ച കളറാണ് മസാലയ്ക്ക്. പച്ച കുരുമുളക് അരച്ചുകൊണ്ടാണ് ആ കളർ കിട്ടിയത്. ഇനി നമുക്ക് കുറച്ച് നേരം ഫ്രീസ് ചെയ്യാൻ വയ്ക്കാം. മസാല നന്നായിട്ട് ഉള്ളിൽ പിടിച്ച ശേഷം നമുക്ക് ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്ക് ഗ്രില്ലിലെടുക്കാം. അങ്ങനെ നമ്മുടെ ഡക്ക് ബാർബിക്യൂക്ക് വേണ്ടിയുള്ള ഡക്ക് നന്നായിട്ട് മസാല എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്രില്ലിലേക്ക് എടുത്ത് വയ്ക്കാം. നമ്മൾ ഡക്ക് പയ്യെ ഗ്രില്ലിലേക്ക് കയറ്റുകയാണ്. മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചു. നല്ല ബ്രൗൺ കളറും ഒരു പച്ചയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ്. നമ്മുടെ പച്ചക്കുരുമുളക് അരച്ച് ചേർത്തുകൊണ്ടാണ് ആ ഒരു കളറിലേക്ക്. ഓൾറെഡി ഹാഫായിട്ട് വേവിച്ചിട്ടുണ്ട്. അധികം പെട്ടെന്ന് വേവേണ്ടതാണ് ഗ്രില്ലിലിട്ട്. നമുക്ക് നോക്കാം വേണ്ടെന്ന്. കുറച്ച് കോക്കനട്ട് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല ജ്യൂസി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഒഴിക്കുന്നത്. തിരിച്ചിട്ടു നമ്മുടെ ഡക്കന. സ്പെഷ്യൽ ഐറ്റമാണ് നമ്മുടെ ഈ ഐറ്റം. യൂട്യൂബിൽ ആരും അധികം ചെയ്തിട്ടില്ല. ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇടയ്ക്ക് നല്ല ഹോളിട്ട് കൊടുക്കണം. ഇടയ്ക്ക് ഇറച്ചിയിലിട്ട് നന്നായിട്ട് നമ്മുടെ ഹീറ്റ് കയറാനാണ്. നമ്മൾ ഡക്ക് നന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഹീറ്റുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി. നമ്മുടെ ഡക്ക് ബാർബിക്യൂ വന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി വാഴയില വെച്ചൊന്ന് മൂടാം. നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയാണ്. നമ്മൾ ഓൾറെഡി ഒരു 10 മിനിറ്റ് നമ്മൾ ഓൾറെഡി വെള്ളത്തിലിട്ട് നന്നായിട്ട് പുഴുങ്ങിയതാണ്. ഇനി നമുക്കൊന്ന് വാഴയില അടച്ചു വെച്ച് ആ വാഴയില ഫ്ലേവറും കൂടി കയറാൻ വേണ്ടി വാഴയില അടച്ചു വെക്കും. അങ്ങനെ നമ്മൾ ബാർബിക്യൂ നല്ല സ്മോക്കി ആയിക്കൊണ്ടിരിക്കുന്നു. വാഴയിലെല്ലാം വെച്ച് നല്ല ഫ്ലേവറും നല്ല പച്ച കുരുമുളകിൻ്റെ ഫ്ലേവറും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ നെയ്യെല്ലാം ഉരുകി ചാടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഡക്ക് ബാർബിക്യൂ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡക്ക് ബാർബിക്യൂ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് എടുക്കാം. എന്ത് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ മയണൈസ് ഒഴിക്കുകയാണ്. നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മയണൈസാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പീസ് ലെഗ് പീസാണ്. നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് കുറച്ച് മയണൈസിലൊന്ന് മുക്കാം. ഈ പീസ് എടുക്കാം.
ഈ പീസ് എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പീസ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് മയോണൈസ് ഒഴിച്ചെടുക്കുക, നന്നായിട്ട് മുക്കുക. നോക്കി നമ്മുടെ ബ്രെഡ് നന്നായിട്ട് തേക്കുക, ടെസ്റ്റ് ചെയ്യാം. എ ക്ലാസ് സാധനമാണ്, ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റാണ്. നല്ല പച്ചക്കുരുമുളക് അരച്ച് ചേർത്ത് നല്ല ടേസ്റ്റ് ഇന്നത്തുണ്ട്. ഒരു രക്ഷയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കേണ്ടതാണ്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് താറാവ്. ഇവിടെ കോഴിയിറച്ചി പോലെ താറാവ് വന്നിട്ടുണ്ട്. ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മൾ ഒട്ടും വിചാരിച്ചില്ല. അടിപൊളി. എല്ലാവരും അടിച്ചു നോക്കേണ്ടതാണ് ഗ്രില്ല്. നമ്മൾ ആപ്പാടെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ രോമം പറക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീഡിയോസ് കാണുന്ന ആഗ്രഹമുണ്ടെങ്കിൽ ചാനലിൽ ബെൽ ബട്ടൺ എന്ന് പറഞ്ഞ സ്വിച്ച് ഉണ്ട്, ബെല്ലിൻ്റെ സിമ്പിളുള്ള അതുകൂടെ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.